രാഹുൽ സദാശിവൻ ഡയറക്റ്റ് ചെയ്ത പ്രണവ് മോഹൻലാൽ ചിത്രം DS ഇറെ. ഭൂതകാലം, ഭ്രമയുഗം. അതിനുശേഷം ഒരു പേടിപ്പിക്കുന്ന ലോകത്തേക്ക് രാഹുൽ സദാശിവൻ അദ്ദേഹത്തിൻ്റെ ഗംഭീര മേക്കിംഗ് കൊണ്ട് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പേടിപ്പിക്കുന്ന എലമെൻസ് ഉള്ള സിനിമ തന്നെയാണ്. മെയിനായിട്ട് പറയാനുള്ള പ്രണവിൻ്റെ പ്രകടനമാണ്. ഇതുവരെ കാണാത്തൊരു പ്രണവ് മോഹൻലാലിനെ ഈ സിനിമയിൽ കാണാം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കൊരു അത്ര ഗംഭീര സിനിമ എന്നല്ല, ഒരു ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന സിനിമയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ഹാഫ് ഇൻട്രോവലിനോടടുത്ത് അത്യാവശ്യം ഞെട്ടിപ്പിക്കുന്ന പേടിപ്പിക്കുന്ന രീതിയിലുള്ള എലമെൻസൊക്കെ ഉണ്ട്. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് ഷഹനാസ് ജലാലിൻ്റെ സിനിമാറ്റോഗ്രാഫി നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ BGM ക്രിസ്റ്റോ സേവിയർ പൊളിച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല. വേണ്ടടുത്ത് കൃത്യമായ സൈലൻസ്, BGM ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോഴൊരു പോർഷനിലെ BGM ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ എനിക്ക് പറയാനുള്ളത് ഒരു ഹൊറർ മോഡിലുള്ള സിനിമയാണ്. അപ്പോൾ അത് കാണാൻ പോകുമ്പോൾ സൈലൻസ് ഉള്ളിടത്ത് സൈലൻസ് ഉണ്ടാവും, സൗണ്ട് കൊണ്ട് പേടിപ്പിക്കും. സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അവരുടെ വർക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആസ്വദിക്കുക. തിയേറ്ററിൽ ഇരുന്നിട്ട് പേടി വരുന്ന സമയത്ത് വെറുതെ സൗണ്ട് ഉണ്ടാക്കാൻ മറ്റുള്ളവരുടെ ആസ്വാദനത്തെ ആരും കൊല്ലരുത് എന്നൊരു അപേക്ഷയുണ്ട്. അപ്പോൾ ഒരു എബോ ആവറേജ് നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് DS ഇറെ. ബാക്കി കൂടുതലൊന്നും കേൾക്കുന്നതിന് മുമ്പ് പോയിട്ട് സിനിമ കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്ന സിനിമ കേട്ടോ. അല്ലെങ്കിൽ മൊബൈലിൽ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് പേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ പിന്നെ കണ്ടാലും മതി.